നിങ്ങളൊരു എഡ്യൂക്കേഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട 3 മിസ്റ്റേക്ക്, അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ആദ്യത്തെ കാര്യം, നമ്മളൊരു എഡ്യൂക്കേഷണൽ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാണെങ്കിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് മാർക്കറ്റിൽ എന്താണോ ഡിമാൻഡ് അത് നമ്മൾ സപ്ലൈ ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങളുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ്, എംപ്ലോയേഴ്സ് അവർക്ക് എന്താണ് വേണ്ടത് ആ ഒരു ടെക്നോളജി നമ്മൾ പഠിപ്പിച്ച് അതിൽ നിന്നും റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കുക. സെക്കൻഡ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അഡ്മിഷൻസിലല്ല, അതിൽ നിന്നും എന്ത് ഔട്ട്കം ഉണ്ടാക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വരുന്നു. നമ്മളിപ്പോൾ അഡ്മിഷൻസിലല്ല ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്ലേസ്മെന്റ്സിലാണ്. നമുക്ക് പെയ്ഡ് മാർക്കറ്റിംഗ് ചെയ്ത് ഒരുപാട് അഡ്മിഷൻസ് കൊണ്ടുവരാൻ പറ്റും, പക്ഷെ അതിനോട് തന്നെ എക്സാക്ട്ലി അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അതുപോലെ തന്നെ പ്ലേസ്മെന്റ്സ് വേണം. നമ്മുടെ സ്റ്റുഡൻസിന്റെ അലുമിനീസിന്റെ സക്സസ് സ്റ്റോറീസ് അല്ലെങ്കിൽ നമ്മുടെ പ്ലേസ്മെന്റ്സ് ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്താണ് നമുക്ക് കൂടുതൽ അഡ്മിഷൻസ് കൊണ്ടുവരാൻ നോക്കണമെങ്കിൽ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസും അല്ലെങ്കിൽ നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ക്വാളിറ്റി ഉള്ള സ്റ്റാഫ്. നല്ലൊരു ഭംഗിയുള്ളൊരു ഹോട്ടൽ ഉണ്ടാക്കി, നല്ല ഹോട്ടലാണ്, നല്ല കാണാൻ ഈസി എലമെന്റ്, പക്ഷെ അവർ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒന്നിനും കൊള്ളില്ല, ആരെങ്കിലും കയറുമോ? അതുപോലെ തന്നെ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ട്രെയിനേഴ്സ്, ക്വാളിറ്റി ഉള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഇവരുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബിസിനസ് തീർച്ചയായും സക്സസ് ആവും.